ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എന്നെ അറിയിക്കാം. ഓക്കെ, സോ ഓവർ ടു ദി വീഡിയോ. അത് എൻ്റെ തെറ്റാണ്, അത് അവളുടെ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റി, എനിക്ക് വീട് മാറിപ്പോയി, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട വേർഡ് എന്താണ്? മിസ്റ്റേക്കൺ എന്നുള്ള വേർഡാട്ടോ. മിസ്റ്റേക്ക് എന്നുള്ള വേർഡാട്ടോ. അപ്പോൾ അതെ എൻ്റെ തെറ്റാണ്. ഓക്കെ, അപ്പൊ അത് എൻ്റെ തെറ്റാണ്. ഇതെങ്ങനെ നമുക്ക് പറയാം ഈ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ട്? ഓക്കെ, പറഞ്ഞു നോക്കാം. ദാറ്റ് ഈസ് അത്, ദാറ്റ് ഈസ് അതാകുന്നു. മൈ മിസ്റ്റേക്ക്, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. അത് എൻ്റെ തെറ്റാണ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, അത് എൻ്റെ തെറ്റാണ്. ഇനി അത് അവളുടെ തെറ്റാണ്. അതെങ്ങനെ പറയാം? മൈക്ക് പകരം ഹർ എന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ഹർ മിസ്റ്റേക്ക്, ദാറ്റ് ഈസ് ഹർ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി എനിക്ക് തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി. ഇതെങ്ങനെ പറയാം? ഐ ആം മിസ്റ്റേക്കൺ, ഐ ആം മിസ്റ്റേക്കൺ. എനിക്ക് തെറ്റുപറ്റി, ഐ ആം മിസ്റ്റേക്കൺ. നെക്സ്റ്റ്, എനിക്ക് വീട് മാറിപ്പോയി. ഇത് നമുക്ക് ഈ മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് വെച്ചിട്ട് പറയാവുന്നതായിട്ട് എങ്ങനെ പറയാം? ഓക്കെ, ഐ ഹാവ് മിസ്റ്റേക്കൺ എന്ന് പറയാം. ഐ ഹാവ് മിസ്റ്റേക്കൺ. എനിക്ക് മാറിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. എന്ത്? വീട്. ഐ ഹാവ് മിസ്റ്റേക്കൺ ദി ഹൗസ്. ഐ ഹാവ് മിസ്റ്റേക്കൺ ദി ഹൗസ്. എനിക്ക് വീട് മാറിപ്പോയി. ഓക്കെ, വൺസ് മോർ റിപ്പീറ്റ്. അത് എൻ്റെ തെറ്റാണ്, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. അത് അവളുടെ തെറ്റാണ്, ദാറ്റ് ഈസ് ഹർ മിസ്റ്റേക്ക്. എനിക്ക് തെറ്റുപറ്റി, ഐ ആം മിസ്റ്റേക്കൺ. എനിക്ക് വീട് മാറിപ്പോയി, ഐ ഹാവ് മിസ്റ്റേക്കൺ ദി ഹൗസ്. നോക്കാം. ഇത്രയും ശുദ്ധനാകരുത്, ഇത്രയും വിനീതനാകരുത്, പരിസരബോധം ഇല്ലാത്തവനാകരുത്, ആത്മവിശ്വാസിയാകരുത്, ഇത്രയും വെഡ്ഡിയാകരുത്. അപ്പൊ ഇതിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് എന്താണ്? ആകരുത്, ആകരുത് എന്നാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ആകരുത് എന്ന് പറയാനായിട്ട്, ആകരുത്, ചെയ്യരുത് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്താണ്? ഡോണ്ട് ബി എന്നാട്ടോ. ഡോണ്ട് ബി. ഓക്കെ, ഡോണ്ട് ബി. അപ്പോൾ ഇത്രയും ശുദ്ധനാകരുത്. ശുദ്ധൻ എന്നുള്ളതിന് നമുക്ക് സിമ്പിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഡോണ്ട് ബി സോ സിമ്പിൾ. ഇത്രയും ശുദ്ധനാകരുത്. ഡോണ്ട് ബി സോ സിമ്പിൾ. ഇത്രയും വിനീതനാകരുത്. അവിടെ എന്ത് ചെയ്യണം? ഇത്രയും വിനീതനാകരുത്. അപ്പൊ ആകരുത് എന്നുള്ളതിന് ഡോണ്ട് ബി. ഡോണ്ട് ബി. ഇത്രയും വിനീതനാകരുത്. ഡോണ്ട് ബി സോ ഹംബിൾ. വിനീതൻ എന്നുള്ളതിന് ഹംബിൾ. ഡോണ്ട് ബി സോ ഹംബിൾ. ഇനി പരിസരബോധം ഇല്ലാത്തവനാകരുത്. ഇതെങ്ങനെ പറയാം? പരിസരബോധം ഇല്ലാത്തവനാകരുത്. ഡോണ്ട് ബി ആബ്സെന്റ് മൈൻഡഡ്. ഡോണ്ട് ബി ആബ്സെന്റ് മൈൻഡഡ്. ആബ്സെന്റ് മൈൻഡഡ്. ഓക്കെ, പരിസരബോധം ഇല്ലാത്തവനാകരുത്. ഡോണ്ട് ബി ആബ്സെന്റ് മൈൻഡഡ്. ഇനി അമിതാത്മവിശ്വാസിയാകരുത്. ആത്മവിശ്വാസം എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? കോൺഫിഡന്റ് എന്നുള്ള വേർഡല്ലേ യൂസ് ചെയ്യാറ്. അപ്പൊ അമിതാത്മവിശ്വാസിയാകരുത്. ഡോണ്ട് ബി അമിതാത്മവിശ്വാസം, ഓവർ കോൺഫിഡന്റ് എന്നാ പറയാ അല്ലേ? ഡോണ്ട് ബി ഓവർ കോൺഫിഡന്റ്. ഡോണ്ട് ബി ഓവർ കോൺഫിഡന്റ്. ഇനി ഇത്രയും വിഡ്ഢിയാകരുത്. അപ്പൊ ആകരുത്. ഡോണ്ട് ബി. വിഡ്ഢിയാകരുത് എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാ പറയാ? ഫൂൾ അല്ലെങ്കിൽ ഫൂളിഷ് എന്ന് പറയില്ല. അപ്പൊ ഡോണ്ട് ബി സോ ഫൂളിഷ്. ഇത്രയും വിഡ്ഢിയാകരുത്. ഡോണ്ട് ബി സോ ഫൂളിഷ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ശുദ്ധനാകരുത്. ഡോണ്ട് ബി സോ സിമ്പിൾ. ഇത്രയും വിനീതനാകരുത്. ഡോണ്ട് ബി സോ ഹംബിൾ. പരിസരബോധമില്ലാത്തവനാകരുത്. ഡോണ്ട് ബി ആബ്സെന്റ് മൈൻഡഡ്. ഇനി അമിതാത്മവിശ്വാസിയാകരുത്. ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. ഇത്രയും വിഡ്ഢിയാകരുത്. ഡോണ്ട് ബി സോ ഫൂളിഷ്. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും, ഞാൻ അവരെ സഹായിക്കുന്നതായിരിക്കും, ഞാൻ അവിടെ പോകുന്നതായിരിക്കും.
പോകുന്നതായിരിക്കും. അവർ ഇവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് എന്താണ്? ആയിരിക്കും, വരുന്നതായിരിക്കും, പോകുന്നതായിരിക്കും, സഹായിക്കുന്നതായിരിക്കും, കാത്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട വേർഡ് എന്താണ്? വിൽ ബി എന്നാട്ടോ. വിൽ ബി ചെയ്യുന്നതായിരിക്കും, വിൽ ബി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ ഐ, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഐ വിൽ ബി എന്ത്? കാത്തിരിക്കുന്നതായിരിക്കും. അപ്പൊ വെയിറ്റിംഗ്, ഐ വിൽ ബി വെയിറ്റിംഗ്. ഓക്കെ, ആരെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളെ. അപ്പൊ നിങ്ങളെ എന്നുള്ളതിന് യു. ഓക്കെ, അപ്പൊ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു, അല്ലെങ്കിൽ ഐ വിൽ ബി വെയിറ്റിംഗ് യു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഐ വിൽ ബി വെയിറ്റിംഗ് യു, അല്ലെങ്കിൽ ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ്, ഞാൻ അവനെ സഹായിക്കുന്നതായിരിക്കും. ഇവിടെയും സബ്ജക്റ്റ് എന്താണ്? ഞാൻ. ഐ വിൽ ബി എന്ത്? എന്ത് ചെയ്യുന്നതായിരിക്കും? സഹായിക്കുന്നതായിരിക്കും. ഐ വിൽ ബി ഹെൽപ്പിംഗ്. ഹെൽപ്പിംഗ്, ആരെയാണ് സഹായിക്കുന്നത്? അവനെ. അപ്പൊ ഐ വിൽ ബി ഹെൽപ്പിംഗ് ഹിം, ഞാൻ അവനെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഞാൻ അവിടെ പോകുന്നതായിരിക്കും. അപ്പൊ ഐ വിൽ ബി, ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്ത്? പോകുക. എന്താണ്? ഗോ. അപ്പൊ ഐ വിൽ ബി ഗോയിങ്. ഓക്കെ, വേറെ നമ്മൾ ING ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഐ വിൽ ബി ഗോയിങ്, ഞാൻ പോകുന്നതായിരിക്കും. എവിടെ പോകുന്നതാ പറഞ്ഞത്? അവിടെ. അപ്പൊ അവിടെ എന്നുള്ളത് there, ഞാൻ അവിടെ പോകുന്നതായിരിക്കും. നെക്സ്റ്റ്, അവർ ഇവിടെ വരുന്നതായിരിക്കും. ഇതെങ്ങനെ പറയാം? അവർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ ദേ, ദേ വിൽ ബി, ദേ വിൽ ബി എന്ത്? വരുന്നതായിരിക്കും. ദേ വിൽ ബി കമ്മിങ്. എവിടെ വരുന്നതാണ്? ഇവിടെ. ഇവിടെ എന്നുള്ളതിന് ഹിയർ. ദേ വിൽ ബി കമ്മിങ് ഹിയർ, അവർ ഇവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഐ വിൽ ബി വെയിറ്റിംഗ് യു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഞാൻ അവനെ സഹായിക്കുന്നതായിരിക്കും. ഐ വിൽ ബി ഹെൽപ്പിംഗ് ഹിം, ഞാൻ അവനെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ അവിടെ പോകുന്നതായിരിക്കും. ഐ വിൽ ബി ഗോയിങ് ദർ, ഞാൻ അവിടെ പോകുന്നതായിരിക്കും. അവർ ഇവിടെ വരുന്നതായിരിക്കും. ദേ വിൽ ബി കമ്മിങ് ഹിയർ, അവർ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഞാൻ ഇവിടെ ഉണ്ടാകും, ഞാൻ ഇവിടെ ഉണ്ടാകും, ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നറിയോ? ഞാൻ ഇവിടെ ഉണ്ടാകും. ഐ വിൽ ബി, ഞാൻ ഉണ്ടാകും. ഐ വിൽ ബി ഇവിടെ. ഹിയർ, ഐ വിൽ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇവിടെ ഉണ്ടാകില്ല. എന്ന് പറയാം. ഈ വില്ലിന്റെ നെഗറ്റീവ് എടുക്കുക. വില്ലിന്റെ നെഗറ്റീവ് എന്താണ്? വോണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഐ വോണ്ട് ബി ഹിയർ. ഐ വോണ്ട്, വില്ലിന്റെ നെഗറ്റീവ് എന്താണ്? വോണ്ട് എന്നുള്ളതാണ് കേട്ടോ. വോണ്ട്. ഓക്കെ, അപ്പൊ ഐ വോണ്ട് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഐ വോണ്ട് ബി, വിൽ നോട്ട് ബി എന്നാണ് കേട്ടോ. വിൽ നോട്ട് ബി എന്ന് വെച്ചാൽ അതിന്റെ ഷോർട്ട് നമ്മൾ വോണ്ട് ബി എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. സോ ഐ വോണ്ട് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഇനി നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? ഇതെങ്ങനെ നമുക്ക് പറയാം? ആദ്യം നമ്മൾ, ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യം ഓക്സിലറി വെർബിനെ കൊണ്ടുവരുന്നു. അപ്പം ഓക്സിലറി വെർബ് വിൽ. നിങ്ങൾ. വിൽ യു ബി. ഓക്കെ, വിൽ യു ബി ഹിയർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? വിൽ യു ബി ഹിയർ, വിൽ യു ബി ഹിയർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? ഇനി എത്ര മണിയാകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും? അതായത് എത്ര മണിക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും? എത്ര മണിക്ക്, അല്ലെങ്കിൽ എത്ര മണിയാകുമ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ ടൈം എന്നല്ലേ പഠിച്ചത്? വാട്ട് ടൈം. ഓക്കെ, വാട്ട് ടൈം. ഇനി ബാക്കി ഇതേപോലെ തന്നെ കേട്ടോ. വാട്ട് ടൈം വിൽ യു ബി ഹിയർ? ഓക്കെ, വാട്ട് ടൈം വിൽ യു ബി ഹിയർ? ഓക്കെ, once more repeat. ഞാൻ ഇവിടെ ഉണ്ടാകും. ഐ വിൽ ബി ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഐ വോണ്ട് ബി ഹിയർ. നെക്സ്റ്റ്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? വിൽ യു ബി ഹിയർ? വിൽ യു ബി ഹിയർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? എത്ര മണിയാകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും?
What time will you be here? What time will you be here? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. സീ യു ഓൺ അനദർ വീഡിയോ. ബൈ.